മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ഹായ് ഹലോ, ആരും ഓടിപ്പോകരുത്. ഇന്നത്തെ വീഡിയോ കാനഡയിലെ ഒരു കാട്ടുപൂവിനെ കുറിച്ചുള്ളതാണ്. കാട്ടുപൂവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു കവിതയാണിത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ആപ്റ്റായിട്ടുള്ള വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ ശ്രമിച്ചത്. സ്പ്രിംഗ് സീസൺ തുടങ്ങിക്കഴിയുമ്പോൾ ഈ ഒരു മഞ്ഞപ്പൂക്കൾ കൊണ്ട് കാനഡ മൊത്തം നിറയും. ജമന്തി വർഗത്തിൽപ്പെട്ട ഒരു പൂവാണ്. ഈ ഒരു പൂവിൻ്റെ പേര് ഡാൻഡിലയൻ എന്നാണ്. എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്തും പാർക്കിലൊക്കെ ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഈ ഒരു ചെടിയെ എല്ലാവരും കളയെന്നും കാട്ടുപൂവെന്നൊക്കെ പറഞ്ഞിട്ട് നശിപ്പിച്ച് കളയാറാണ് പതിവ്. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ചൈനീസുകാരാണ് ട്രഡീഷണൽ ആയിട്ട് ഈ ഒരു പ്ലാന്റ് ഉപയോഗിച്ച് വരുന്നത്. ഈ ഒരു ചെടിയുടെ ഇലയും വേരും പൂവും എല്ലാം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഈ ഒരു ചെടിയുടെ പൂവ് കൊണ്ടും വേര് കൊണ്ടൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ലിവർ ഹെൽത്തിനും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഒക്കെ ഈ ഒരു ചെടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ളതും ഫൈബർ അടങ്ങിയിട്ടുള്ളതും പൊട്ടാസ്യം, കാൽസ്യം, അയൺ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ ഡാൻഡിലയൻ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഡാൻഡിലയൻ ഫ്ലവർ വെച്ചിട്ട് ടീ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ള ഒരു ചെടിയാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഈ വർഷമാണ് ഞാൻ ഈ ഒരു ചെടി ഉപയോഗിച്ച് തുടങ്ങിയത്. എന്തായാലും നമ്മുടെ വീടിന് മുന്നിൽ ഈ ഒരു ചെടി ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യണമല്ലോ. ഈ ഒരു ചെടി കളയാണെന്ന് പറഞ്ഞല്ലോ, നമുക്ക് മറ്റുള്ള ചെടികളും വളർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ ചെടി മുറിച്ച് കളയും. എന്നാലും ഇത് വീണ്ടും വളർന്നു വരും. അപ്പോഴും നമുക്ക് ആ ചെടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ വർഷം ഞാൻ ഈ ചെടി നന്നായിട്ട് ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവർ ഉപയോഗിച്ച് ഞാൻ ടീ ഉണ്ടാക്കി. ഇനി ഇതിൻ്റെ വേര് ഉപയോഗിച്ച് എനിക്ക് ടീ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വേര് കൊണ്ടുണ്ടാക്കുന്ന ചായക്ക് നല്ല നമ്മുടെ കട്ടൻ ചായയുടെ നിറമുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു മഞ്ഞ നിറത്തിലുള്ള പൂവാണ്. അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോഴും മഞ്ഞ നിറത്തിലുള്ള ചായയാണ് എനിക്ക് കിട്ടിയത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ ഹണിയോ ഒക്കെ ചേർത്ത് കുടിക്കാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ പൂവ് കാണപ്പെടുന്നു എന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ ഈ പൂവ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ചെടി വെറും കളയാണ്, കാട്ടുപൂവാണെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണെന്ന്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നത്. ഈ പൂവ് കൊണ്ടുണ്ടാക്കുന്ന ചായ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയും വേരും ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയില്ല. ഇലയ്ക്ക് ചെറിയൊരു കയ്പുണ്ടെന്നാണ് പറയുന്നത്. പാവയ്ക്കൊക്കെ കഴിക്കുന്ന നമുക്ക് എന്ത് കയ്പല്ലേ. എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇല സാധാരണയായി ഉപയോഗിക്കുന്നത് സ്മൂത്തി ആയിട്ടും സാലഡിലും സാൻഡ്വിച്ചിലൊക്കെയാണ്. ഇവിടെയുള്ള ആൾക്കാർ ഈ ഒരു കള നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തൊടിയിൽ തന്നെ ഈ ചെടി ധാരാളം ഉണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് അവിടെ ചെന്ന് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ചെടിയുടെ വിത്ത് കാണിച്ചു തരാം. അപ്പൂപ്പൻ താടി പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തനിയെ മുളച്ച് വരുന്ന ഒരുപാട് ചെടികളുണ്ടല്ലേ. കളയെന്നും കാട്ടുപൂവെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ പറിച്ച് കളയാറുണ്ട്. അങ്ങനെ കളയുന്ന എത്രയോ ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കനേഡിയൻ കാട്ടുപൂവിൻ്റെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.